നമ്മുടെ അലക്സ് റാം മുഹമ്മദ് പ്രധാന വേദിക്കരികിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന തിരുവനന്തപുരംകാരനായ ആതിഥേയ ജില്ലയായ തിരുവനന്തപുരംകാരനായ അലക്സ് റാം മുഹമ്മദ് മറുപടി അലക്സ് പ്രവിതയ്ക്ക് നൽകുന്നതായിരിക്കും. അപ്പൊ അലക്സെ ആദ്യം മറുപടി, അത് കഴിഞ്ഞ് നമ്മുടെ സമ്മേളനം എപ്പോഴും ആരംഭിക്കും? ആരൊക്കെയാണ് വിശിഷ്ട വ്യക്തികൾ? അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? ഒരു മിനിറ്റ് ആയിരുന്നു ബ്രേക്ക്. ഒരു മിനിറ്റിന് മുമ്പ് പ്രവിതയുടെ ആ തള്ളു കേട്ട് ഞാൻ ഈ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇങ്ങനെ പിടിച്ച് ഒരു മിനിറ്റ് ഞാൻ കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുറകിലേക്ക് വന്നത്. ഇതാണ് പ്രധാനപ്പെട്ട വേദി, ഒന്നാം വേദി. ഇവിടെയാണ് ഈ സമാപന സമ്മേളനം നടക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ ഈ പ്രധാനമായി ഇന്നത്തെ വിശിഷ്ടാതിഥികളെ കാണാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് 10,000 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രജിൻ. ഈ വേദി ഇത്രയും തിങ്ങി നിറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, ഈ കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ കണ്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 117 പവന്റെ കപ്പ്, അത് ഈ പറഞ്ഞതുപോലെ തൃശൂർ 1008 പോയിന്റോടെ തൃശൂർ ഈ ജില്ലകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആ വേദിയിലേക്കൊന്ന് നോക്കിയാൽ കാണാം, ആ കപ്പ് ആ വേദിയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു കണ്ണാടി ചില്ലിനുള്ളിൽ ആ 117 പവന്റെ കപ്പ് അവിടെ ഇരിപ്പുണ്ട്. ആ കപ്പിന്ന് ഒന്നാം സ്ഥാനം നേടിയ ജില്ലയ്ക്ക് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൈമാറും. ആ ചടങ്ങ് ഈ സമാപന സമ്മേളനത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ഇതിന് സ്വാഗതം പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് IAS ആണ്. സ്പീക്കർ എൻ ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട്. മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താരനിബിഡമാണ് ഈ സമാപന സമ്മേളനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 2 മണിയോടുകൂടെ തന്നെ ഈ ജനക്കൂട്ടം ഇങ്ങനെ കാത്തിരിക്കുന്ന മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട യുവതാരങ്ങൾ ടൊവിനോ തോമസും ആസിഫ് അലിയും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മന്ത്രിയുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 5 മണിക്ക് കൃത്യം 5 മണിക്ക് അവർ ഈ വേദിയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടൊവിനോയാണോ ആസിഫ് അലി കാത്താണോ നിൽക്കുന്നത്? രണ്ടുപേരെ കാത്താണ് നിൽക്കുന്നത്. NCC കേഡറ്റ്സ് ആണ്. ടൊവിനോയാണോ ആസിഫ് അലിയാണോ? രണ്ടുപേരെയും കാണും. ഫാനാണ് ടൊവിനോ ഫാനാണ്. ഏറ്റവും അവസരത്തെ ഫിലിം കണ്ടോ? ടൊവിനോയുടെ ഐഡന്റിറ്റി കാണണം. കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു. ഇങ്ങനെ മസിൽ പിടിച്ചതിന്റെ കാര്യമല്ല, ടൊവിനെ കാണണം. ഇച്ചിരി മസിലൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ടൊവിനെ കാണണമെന്നൊക്കെ. അങ്ങനെ നിൽക്കുകയാണ് പ്രശ്നം. എന്താണെങ്കിലും എല്ലാവരും വലിയ ഈ കാത്തിരിപ്പിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട്. എന്റെ ക്യാമറമാൻ അങ്ങ് ആകാശത്താണ്, അതായത് പോടിയത്താണ് എന്റെ ക്യാമറമാൻ ക്യാമറ വെച്ച് അങ്ങനെ കാത്തു നിൽക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ഏതാണ്ടൊരു 2 മണിക്കൂർ മുമ്പ് തന്നെ ഈ വേദി ഈ കാണുന്ന തരത്തിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അത് വിവിധ സംസ്കാരങ്ങളുടെ ഒരു സമന്വയം കൂടിയാണ് പ്രജിൽ. അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഈ കുട്ടികളാകട്ടെ, അത് മാതാപിതാക്കളാകട്ടെ, രക്ഷകർത്താക്കളാകട്ടെ, അധ്യാപകരാകട്ടെ, മറ്റുദ്യോഗസ്ഥരാകട്ടെ, അങ്ങനെ 14 ജില്ലകളിൽ നിന്നും ഒഴുകിയെത്തിയവരാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടപ്പുറത്ത് പ്രധാനപ്പെട്ട 1, 2, 3 സ്ഥാനത്തുള്ള ജില്ലകൾ അവരുടെ ടീം സംഘടിച്ച് നിൽക്കുന്നുണ്ട് ഈ കപ്പ് വാങ്ങാൻ. അവിടെ സ്കൂളിന്റെ മറ്റാണെന്ന് തോന്നുന്നത് കുടിതോരണവും മറ്റുമൊക്കെ അവരും ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ വേദി ഉണർന്നു കഴിഞ്ഞാൽ ആഘോഷത്തിന്റെ സമയമായി എന്നുള്ളതാണ്. ആ വേദി ഉണർത്താനായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചലച്ചിത്ര കഴിയുമെന്നുള്ളതാണ്. വീട്ടിലേക്ക് വാ, ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തള്ളാണോ നമുക്ക് അപ്പൊ കാണാം. അപ്പൊ ഇങ്ങോട്ടും തള്ളി അങ്ങനെ നിക്കാൻ നമുക്ക് പൊടിക്കണം.